ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റിൽ റിയറിങ് ഫാർമേഴ്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ട്രബിൾസും ഡിഫിക്കൽട്ടീസും എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ അതിനൊക്കെയും ഓവർകം ചെയ്തത്, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ബിസിനസ് ഫോം, അതിൻ്റെ പേരെന്താണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ബിസിനസ് ഫേമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കൂട്ടമായി ഒരുമിച്ച്, അതായത് വർക്ക് ടുഗെദർ ഫോർ എ കോമൺ ഗോൾ, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് എന്ന് പറയുക. പ്രോസ്പർ എന്ന് വെച്ചാൽ വെൽത്തി അല്ലെങ്കിൽ സക്സസ്ഫുള്ളായി, പ്രോസ്പിരിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് പ്രോസ്പർ എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്, വിച്ച് മീൻസ് വെൽത്തി, നല്ല സമ്പന്നത, സമ്പന്നൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ കോർപ്പറേറ്റും പ്രോസ്പറും എന്തിനെക്കുറിച്ചാണ് ഇവർ ഈ കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറയുന്നത്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് കാറ്റിൽ റിയറിംഗ് ഫാർമേഴ്സ് ഓഫ് ഗുജറാത്ത് ആൻഡ് ഹൗ ദെയർ ഫേറ്റ് ചേഞ്ച്ഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള കാറ്റിൽ റിയറിംഗ് ഫാർമേഴ്സിനെ കുറിച്ചാണ്, അതായത് കന്നുകാലി കർഷകരെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവരുടെ ലൈഫ് മാറി മറിഞ്ഞത്, അല്ലെങ്കിൽ വിധി എങ്ങനെയൊക്കെയാണ് അവരെ മാറ്റിമറിച്ചത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. The farmers were hard working, but despite this, they remained very poor. എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും എത്ര പാലുൽപാദനം നടന്നാലും ഈ ഒരു പാലുൽപാദിപ്പിക്കുന്ന കന്നുകാലി കർഷകർ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ദരിദ്രരായിട്ട് തന്നെ നിലനിന്നു. എത്ര കഠിനമായിട്ട് അവർ പരിശ്രമിച്ചാലും അവർക്ക് അതിൽ നിന്ന് ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ഔട്ട്കമോ ഉണ്ടാക്കാൻ പറ്റാതെ അവർ ആ ഒരു പുവർ സ്റ്റാറ്റസിൽ തന്നെ അങ്ങനെ റിമൈൻ ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്ലൈറ്റ്, ആ ഒരു ട്രബിളായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയത്, ആരാണ് അതിന് എഫേർട്ട് എടുത്തത് എന്നൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ കണ്ടീഷൻ ഓഫ് ഫാർമേഴ്സ് ഇൻ ഗുജറാത്ത് നോക്കാം. ഗുജറാത്തിലെ ഫാമേഴ്സിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻ ദ പാസ്റ്റ് മോസ്റ്റ് പീപ്പിൾ ഇൻ ഗുജറാത്ത് വർ ഫാമേഴ്സ് ആൻഡ് കാറ്റിൽ റിയറേഴ്സ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഗുജറാത്തിലുള്ള ആളുകളും ഒന്നില്ലെങ്കിൽ ഫാർമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കന്നുകാലി കർഷകരായിരിക്കും. ദേ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് മിൽക്ക് ബട്ട് ദേ സ്റ്റിൽ വർ വെരി പുവർ. എന്നിരുന്നാൽ പോലും അവർ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും, പാലുൽപാദനം ഒരുപാട് നടത്തുന്നുണ്ടെങ്കിലും അവരെപ്പോഴും ഒരു ദരിദ്രരായിട്ട് തന്നെ തുടർന്നു. ഈവൻ ദോ ദേ വർക്ക് ഹാർഡ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് പ്രോപ്പർ മണി ഫോർ ദെയർ മിൽക്ക്. അതായത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് എത്രത്തോളം ഒരു വർക്ക് ഹാർഡ് ചെയ്താലും അവർക്കൊരു പ്രോപ്പർ പേയ്മെൻറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഏജൻസ് ആണ്. അതായത് ഏജൻസ് ഈ സാധാരണ കർഷകരിൽ നിന്ന് പാല് വാങ്ങിക്കുകയും വളരെ കുറഞ്ഞ പൈസയാണ് ഈ ഒരു സാധാരണ കർഷകർക്ക് അവർ കൊടുക്കുക. പക്ഷെ അവർ ആ ഒരു പാല് വളരെ വില കൂട്ടിയിട്ടാണ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏജൻസ്, മിഡിൽ മെൻ, ആ ഒരു സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കർഷകർക്ക് ഒരിക്കലും പൈസ ഉണ്ടാവുന്നുമില്ല, എന്നാൽ അവർ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ടും വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു സമയത്താണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഫാർമേഴ്സ് വർ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് ഡിസോർഗനൈസ്ഡ്. ഈ ഒരു ഫാർമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചല്ല പാലുൽപാദനം നടത്തുന്നത്. പലരും പല വീടുകളിൽ നിന്ന് പാലുൽപാദിപ്പിക്കുന്നു, എല്ലാം കൂടി കൊണ്ടുവന്ന് ഈ ഏജൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്നിച്ചെതറിക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവസ്ഥകളൊന്നും മനസ്സിലാവുന്നില്ല. ആൻഡ് ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇവർ അത്ര എഡ്യൂക്കേറ്റഡും അല്ല. ഇവരെ ആളുകൾ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത അത്രയും ഒരു സൊസൈറ്റിയിലെ ലോവർ സ്ട്രാറ്റയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു
പാസ്റ്റ് ടൈമിലെ ഗുജറാത്തിലെ ഫാർമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനെതിരെ ഫൈറ്റൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഇവരെത്ര ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയാലും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റാത്തതിൻ്റെ റീസൺ ഇവർ അത്രയും അൺഎഡ്യൂക്കേറ്റഡ് ആയതാണ്. ആൻഡ് ഈ ഒരു സഫറിങ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്റർ ആൻഡ് എമിനൻ്റ് ലീഡർ, ഒരു ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ആ ഒരു സമയത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു കാറ്റൽ റിയറേഴ്സിൻ്റെ ആ ഒരു സ്ട്രഗിളിങ് മനസ്സിലാക്കുകയാണ്. ആൻഡ് അവരെ സഹായിക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഈ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഈ ഒരു ഫാർമേഴ്സിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ചിന്തിച്ചതും അതിനു വേണ്ടി പ്രവർത്തിച്ചതും. സോ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണെന്ന് നമുക്കറിയാം. അയൺ മാൻ ഓഫ് ഇന്ത്യ. ഈ ഒരു ഫാമേഴ്സിൻ്റെ സഫറിങ്സിൽ വല്ലാതെ വിഷമിക്കുന്നു. അവരുടെ ലൈഫിൽ കുറച്ചും കൂടിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ആൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആണ് ഫാർമേഴ്സിനെ എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷീരകർഷകരെയും ഒരുമിച്ച് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പാക്കുക. എല്ലാ ക്ഷീരകർഷകരെയും ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാക്കിയിട്ട് ആ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുന്നതും ആ ഒരു ഗ്രൂപ്പിൻ്റെ മാനേജറും മറ്റുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. ആൻഡ് ഇൻ ദിസ് കേസ് ഫാമേഴ്സ് ദംസെൽഫ് വുഡ് കൺട്രോൾ ദ മിൽക്ക് ബിസിനസ് ഇൻസ്റ്റെഡ് ഓഫ് മിഡിൽമെൻ. അതായത് എല്ലാ ക്ഷീരകർഷകരെയും ഒരുമിപ്പിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പിനോ ഒന്നും ആരുമില്ലാതെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മിൽക്കൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു മിഡിൽ മാനിൻ്റെ സഹായം ഇല്ലാതെ നേരിട്ട് കസ്റ്റമേഴ്സിലോട്ട് അല്ലെങ്കിൽ നേരിട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന ഒരു ലെവലിലോട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഇതിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഈ കാര്യങ്ങൾ ഈ ഒരു ഐഡിയ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിനെയും കൂടി നിയമിക്കുന്നുണ്ട്. ഈ ഒരു പട്ടേൽ കൊടുക്കുന്ന ഈ ഒരു ഐഡിയ അത് റെസ്പോൺസിബിളായിട്ട് ആ ഒരു ഫാർമേഴ്സിൻ്റെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ട് തിരുഭുവൻദാസ് പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിരുഭുവൻദാസ് ഓർഗനൈസ് ദ സ്കാറ്റേർഡ് ഫാമേഴ്സ് ഇൻ ടു സ്ട്രോങ് കോപ്പറേറ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാമേഴ്സ് ആകെ സ്കാറ്റേർഡ് ആയിട്ട് ചിന്ന ഭിന്നമായിട്ട് കിടക്കണം, അവിടെ ഇവിടെയും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി ഒരുമിപ്പിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റി. ദേ സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് ഡയറി യൂണിറ്റ് വെർ ഫാമേഴ്സ് കുഡ് സെൽ മിൽക്ക് ഡയറക്റ്റ്ലി. അപ്പോൾ ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ചപ്പോൾ കുറേ എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ ഫാർമേഴ്സ് അത് നേരിട്ടിട്ട് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഇവരുടെ ആ ഒരു ഏജൻസിനെ റിമൂവ് ചെയ്തു. ഏജൻസിനെ റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് നല്ല ബെറ്റർ പ്രൈസിൽ ഇവരുടെ മിൽക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റി. ഇത് തന്നെയായിരുന്നു ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ബ്രിട്ടീഷ് ഡയറി കമ്പനി ഇൻ മുംബൈ കൺട്രോൾഡ് ദ മിൽക്ക് മാർക്കറ്റ്. ആ ഒരു സമയത്ത് ലോകത്തുള്ള എല്ലാ മിൽക്ക് ഫാക്ടറീസ് അല്ലെങ്കിൽ എല്ലാ മിൽക്ക് ഡയറി കമ്പനീസിനെയും കൺട്രോൾ ചെയ്തിരുന്നത് ഒരു ബ്രിട്ടീഷ് ഡയറി കമ്പനിയായിരുന്നു മുംബൈയിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി പവർഫുൾ. സോ ദ ന്യൂ കോപ്പറേറ്റീവ് ഡയറി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു കോപ്പറേറ്റീവ് ഡയറി പുതിയ ആ ഒരു ഫൗണ്ടേഷൻ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഇവരാണ് എല്ലാ മിൽക്ക് മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാവർക്കും ഒരു താങ്ങുവില കൊടുക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബ്രിട്ടീഷ് ഡയറി കമ്പനിയാണ് മുംബൈയിലുള്ളത്. ഇവരുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാധുവായിട്ടുള്ള ഈ ഒരു ഫാർമേഴ്സിന് ഇവരെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു സമയത്താണ് ഒരു യങ് എൻജിനീയർ ആയിട്ടുള്ള വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത്. ആളൊരു ഇന്ത്യൻ എൻജിനീയറാണ്, അമേരിക്കയിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. അങ്ങനെ ആൾ വരുന്നത് ഈ ഒരു ഹി ഹാഡ് കം ടു വർക്ക് അറ്റ് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ആനന്ദ്. അയാൾ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പട്ടേൽ നിയമിച്ചിട്ടുള്ള ആ ഒരു തിരുഭുവൻദാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കുര്യൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്, വർഗീസ് കുര്യൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഗീസ് കുര്യനാണ്
ഈ ഒരു പുതിയ ഐഡിയ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ കളക്റ്റീവ് സൊസൈറ്റി ആക്കി വെച്ചോടത്ത് നിന്ന് കുര്യനാണ് ഒരു പുതിയൊരു സെറ്റപ്പ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ഹീ സെറ്റപ്പ് എ മെക്കനൈസ്ഡ് പ്രോസസ്സിംഗ് പ്ലാൻ ഫോർ പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിങ് ഓഫ് മിൽക്ക്. അങ്ങനെ പാൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു ഹയർ ലെവലിലോട്ട് മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങും പാക്കേജിങ്ങും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വർഗീസ് കുര്യൻ ഹെൽപ്പ് ചെയ്യാണ്. ഡ്യൂ ടു ഹിസ് എഫേർട്ട് അമൂൽ ഡയറി ബിക്കം വൺ ഓഫ് ദ ലാർജസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ മെയ്ഡ് ഇന്ത്യാസ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ മെയ്ഡ് ഇന്ത്യ ആസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി ഇൻ ദ വേൾഡ്. അങ്ങനെ അമൂൽ ഡയറി എന്ന് പറയുന്ന ഒരു സംരംഭം കൊണ്ടുവന്ന അല്ലെങ്കിൽ അത് ഉണ്ടായത് തന്നെ ഈ കുര്യൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡയറി ഫീൽഡാണ് അമൂൽ എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അമൂൽ എന്ന് പറയുന്ന ആ ഒരു ഡയറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സ്മോൾ ബിഗിനിങ്ങിലായിരുന്നു. ലേറ്റർ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്നുള്ള തലത്തിലോട്ട് ഇന്ത്യനെ ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്തതും ആ ഒരു അമൂൽ ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇനി വർഗീസ് കുര്യനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആള് ജനിക്കുന്നതൊക്കെ കേരളത്തിൽ തന്നെയാണ്, കോഴിക്കോടാണ് ജനിക്കുന്നത്. അങ്ങനെ എൻജിനീയറിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ്. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് സ്കോളർഷിപ്പൊക്കെ കിട്ടി. അവിടെ തന്നെ ആളുടെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ലേറ്റർ പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വരാണ്. അങ്ങനെയാണ് ഇവിടെ ഡയറി എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ജോലിയിൽ നിന്ന് തന്നെയാണ് അമൂൽ എന്ന് പറയുന്ന ആ ഒരു ലാർജസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് ഉണ്ടായി വരുന്നതും. അത് പിന്നീട് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഡയറി ഫാമായിട്ട് മാറുകയും മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഇന്ത്യ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വർഗീസ് കുര്യനെ കുറിച്ച് പറയാനുള്ളത്. രാജ്യം അയാൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ എന്നുള്ള വലിയ സിവിലിയൻ ബഹുമതികൾ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു അമൂൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നതോടു കൂടിയിട്ട് ഫാർമേഴ്സ് ഇമോഷണലി സ്ട്രോങ്ങറായി, മിൽക്ക് പ്രൊഡക്ഷൻ ഇന്ത്യ ഇൻക്രീസ്ഡായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഗുഡ് ക്വാളിറ്റി മിൽക്ക്, ബട്ടർ, ചീസ്, ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതൊക്കെ കിട്ടാനുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെയുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വർഗീസ് കുര്യൻ അവിടെ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ലെസൺ ടീച്ചേഴ്സ് ദാറ്റ് ദർ ഇസ് എ ഗ്രേറ്റ് വാല്യൂ ഇൻ വർക്കിംഗ് കളക്റ്റീവ്ലി ആൻഡ് കൊളാബറേറ്റീവ്ലി. നമ്മൾ ഒരുമിച്ച് ഒരുപോലെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആവുകയാണെങ്കിൽ നമുക്കവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓൾ പ്രോബ്ലം ക്യാൻ ബി റിസോൾവ്ഡ് ബൈ കമ്മ്യൂണിറ്റീസ് ദംസെൽഫ്. സയൻസ് ആൻഡ് ടെക്നോളജി ഇഫ് യൂസ്ഡ് എഫക്റ്റീവ്ലി ക്യാൻ ട്രാൻസ്ഫോം അവർ ലൈഫ്, എലിമിനേറ്റ് പോവർട്ടി ആൻഡ് ഷുവർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജീനെ വളരെ എഫക്റ്റീവായിട്ട് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിനും നമുക്കും തന്നെ അത് വലിയ ഡെവലപ്മെൻറ്റും ഗ്രോത്തും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു പാഠമാണ്. അതായത് ഒരു കളക്റ്റീവ് എഫേർട്ടിൽ നിന്ന് ഒരു മില്യൺ കണക്കിന് ആളുകളുടെ ലൈഫാണ് ഇവിടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ താങ്ക് യു.